ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും ലൈഫ് വ്ലോഗ്സിലേക്ക് സ്വാഗതം. നമ്മൾ പിന്നെയും ദേശാടന കിളികളെ പോലെ വീടടുത്ത് ഷിഫ്റ്റ് ചെയ്യുകയാണ്. ഇത്തവണ ഷിഫ്റ്റ് ചെയ്യണ വേറെ ഒന്നും കൊണ്ടല്ല കേട്ടോ. ക്രിസ്മസ് ആയത് കാരണം എനിക്ക് കേക്കിൻ്റെ നല്ലതായിട്ട് ഓർഡർ വരുന്നുണ്ട്. അപ്പം വീട്ടിൽ നിന്ന് അത് വീട്ടുകാർക്കും ഒരു ബുദ്ധിമുട്ടാണ്. അപ്പം നമ്മൾ കരുതി നമുക്കായിട്ടൊരു സ്പേസ് ഒക്കെ എടുത്തിട്ട് അങ്ങനെ അങ്ങ് മാറാമെന്ന്. ഞാനും ഹസ്ബൻഡും മോളും ആയിട്ടാണ് നമ്മൾ വീട് മാറുന്നത്. സാധാരണ ഞാൻ ഈ കേക്കിൻ്റെ വർക്ക് ചെയ്യുമ്പോഴത്തേക്കും കിച്ചൺ അധികമായിട്ട് യൂസ് ചെയ്യുമ്പോഴത്തേക്കും അവർക്കും കൂടുതലൊന്നും ആ കിച്ചണിലോട്ട് കയറി ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിൻ്റെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടേ. പറഞ്ഞില്ലെങ്കിൽ പോലും നമ്മളത് മനസ്സിലാക്കണമല്ലോ. നമ്മൾ കാരണം ആരും അങ്ങനെ ബുദ്ധിമുട്ടുന്നത് താല്പര്യം ഇല്ലാത്തതും കൂടെ കൊണ്ടാണ്. അച്ഛനമ്മമാരാണ്, എന്നാലും അവർക്കും അതൊരെന്തോ ഒരു ബുദ്ധിമുട്ടല്ലേ എന്ന് കരുതിയിട്ടാണ് ഞങ്ങളിപ്പം മാറാമെന്ന് കരുതിയത്. പിന്നെ അത് മാത്രമല്ല, കേക്കിൻ്റെ ഓർഡേഴ്സ് കൂടുതൽ വരുമ്പോഴത്തേക്കും നമ്മൾ ഈ ഉണ്ടാക്കി വെക്കുന്ന കേക്കുകളെല്ലാം ഫ്രിഡ്ജിലാണല്ലോ. അപ്പോൾ അവർക്കും ബാക്കി സാധനങ്ങളൊന്നും വെക്കാനും പറ്റില്ല. എൻ്റെ കേക്കും ഇങ്ങനെ നിറഞ്ഞിരിക്കുന്ന കാരണം അതും ഒക്കെ ഒരു ബുദ്ധിമുട്ടാണ്. അപ്പം ഇങ്ങനെയൊക്കെ എനിക്ക് തോന്നുന്നത് കാരണമാണ് ഈ ഷിഫ്റ്റ് ചെയ്യാനുള്ള തീരുമാനം മെയിനായിട്ട് നമ്മൾ എടുത്തത്. വീട് ഷിഫ്റ്റ് ചെയ്തതിന് ശേഷം അടുത്ത മെയിൻ ടാസ്ക് എന്ന് പറഞ്ഞാൽ ഈ അടുക്കി പെറുക്കലിൻ്റെ കൂടെ തന്നെ നമ്മൾ കേക്ക് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങുമ്പോഴത്തേക്കും ഫ്രിഡ്ജ്, അങ്ങനെ പുതിയ ഫ്രിഡ്ജൊക്കെ വാങ്ങണം. അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ പുതിയതായിട്ട് വാങ്ങണം. ഇതുവരെ നമ്മളിങ്ങനെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് താമസിച്ചിട്ടില്ലല്ലോ. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ട്. പിന്നെ എന്തായാലും ഈ ബുദ്ധിമുട്ടൊക്കെ ഫേസ് ചെയ്താലല്ലേ നമ്മൾ അങ്ങോട്ട് നമുക്ക് മൂവ് ഓൺ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ നമ്മൾ മാറുന്ന ദൂരോട്ട് എങ്ങും അല്ല കേട്ടോ. നമ്മളിപ്പോൾ താമസിച്ചുകൊണ്ടിരുന്ന വീടിൻ്റെ 4-5 കിലോമീറ്റർ അടുത്ത് തന്നെയാണ്. കാരണം ഹസ്ബൻഡിന് ഡാൻസ് സ്കൂളാണെങ്കിൽ പോലും പിന്നെ എൻ്റെ കേക്കിൻ്റെ കസ്റ്റമേഴ്സ് ആണെങ്കിൽ പോലും എല്ലാം നമുക്ക് ഈ ഒരു പരിധിയിൽ പെടുന്ന ആളുകളാണ് എല്ലാവരും. അപ്പോൾ നമുക്ക് ദൂരോട്ടും പോകാൻ പറ്റില്ല. അത് കാരണം നമ്മൾ വീടിൻ്റെയൊക്കെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ മാറുന്നത്. അങ്ങനെ രാവിലെ കുറേ തവണ സാധനങ്ങൾ നമ്മൾ ഓട്ടോയിലാണ് കേട്ടോ മാറ്റിയത്. അതിനുശേഷം രാത്രി നമ്മളുടെ പെബിൾസ് ഇല്ലേ, നമ്മളുടെ ഫിഷ്, അങ്ങനെ നമ്മൾ അവനെയും കൊണ്ട് രാത്രി അവനും ടാങ്കുമായിട്ട് രാത്രിയാണ് കേട്ടോ പോയത്. അപ്പോൾ തിരക്ക് കുറവായിരിക്കുമല്ലോ. ചെറിയ ടാങ്ക് ആണെങ്കിൽ പോലും നമ്മളത് കൊണ്ടുപോകാൻ നല്ല പാടുപെട്ടു കേട്ടോ. ഈ വണ്ടിയിൽ ഇങ്ങനെ പോകും തോറും ഈ കുണ്ടിലും കുഴിയിലും ഒക്കെ വീഴുമ്പോഴത്തേക്കും വെള്ളമൊക്കെ ഫുൾ എൻ്റെ ദേഹത്തോട്ടൊക്കെ വീഴായിരുന്നു. പിന്നെ അങ്ങനെ ഒരു ഇത് അവനെ അവിടെ കൊണ്ടുവന്ന് സേഫായിട്ട് എത്തിച്ച്, അങ്ങനെ എത്തിച്ചിട്ട് നമ്മൾ തിരിച്ചു പോണ വഴിയാണ് ഇത്. ഓരോ കാര്യങ്ങളും പറഞ്ഞു പോവുകയാണ്. പുതിയ വീട്ടിൽ പോകുമ്പോഴത്തേക്ക് എന്തൊക്കെയാണെന്നൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ച് നമ്മൾ പോവുകയാണേ. പിന്നെ ഇത്തവണയും നമ്മളുടെ സാധനങ്ങളെല്ലാം ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്ത ഹസ്ബൻഡിൻ്റെ ഫ്രണ്ട് തന്നെയാണ്. കഴിഞ്ഞ തവണയും പുള്ളിക്കാരനാണ് വന്ന് ഹെൽപ്പ് ചെയ്തതെല്ലാം. പിന്നെ നമുക്ക് ഫർണിച്ചർ ഐറ്റംസ് ഒന്നും ഇല്ലാത്തത് കാരണം എല്ലാം ഓട്ടോയിൽ തന്നെ കൊണ്ടുപോകാൻ പറ്റിയായിരുന്നു. പിന്നെ ലാസ്റ്റ് നമ്മൾ ഷിഫ്റ്റ് ചെയ്യുന്നതിൻ്റെ തലേ ദിവസം നമ്മുടെ മെത്തയൊക്കെ ഇല്ലേ, കിടക്കുന്ന മെത്തയും ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഇച്ചിരി വലുതായത് കാരണം അത് രാത്രി കൊണ്ടുപോകുന്ന കരുതി. അങ്ങനെ പുള്ളിക്കാരൻ രാത്രി ഒരു തവണയും കൂടെ വന്നിട്ടാണ് എല്ലാ സാധനവും സേഫായിട്ട് അങ്ങ് പുതിയ വീട്ടിലെത്തിച്ചത്. ആളതെല്ലാം കഴിഞ്ഞിട്ട് ബായ് പറഞ്ഞു പോവുകയാണ്. നമ്മൾ കാർത്തിക വിളക്കൊക്കെ വെച്ച് പുതിയ വീട്ടിലാണ്. ആ തിരക്കെല്ലാം കഴിഞ്ഞ് ഇത് എഡിറ്റ് ചെയ്തപ്പോഴത്തേക്ക് ഇത്തിരി ലേറ്റ് ആയിട്ടോ. അതാണ് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ താമസിച്ചത്. അപ്പോൾ ഈ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ടാറ്റ, ബൈ.